പ്രതിസന്ധികളിൽ തളരാതെ നിൽക്കുക. നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ നാം എടുക്കുന്ന ചില തീരുമാനങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന്. ചില നിർണായക ഘട്ടത്തിൽ തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതിൻ്റെ കാരണം അത് നമ്മുടെ ജോലിയെയോ നമ്മുടെ വ്യക്തിത്വത്തെയോ അതിലുമുപരി നമ്മുടെ ജീവിതത്തെ തന്നെ ദോഷകരമായി ബാധിക്കും എന്നതുകൊണ്ടാകാം. വേദപുസ്തകത്തിൽ പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളുടെ വളർച്ചയെക്കുറിച്ച് കേട്ട രാജാവ് ഇസ്രായേൽ മക്കൾ അവർക്കൊരു ഭീഷണിയാകും എന്ന് ഭയപ്പെട്ടു. അങ്ങനെ കഠിന വേലകളാൽ അവരെ പീഡിപ്പിക്കുവാൻ അവരുടെ മേൽ ഊഴിയ വിചാരകന്മാരെയാക്കി. കളിമണ്ണും ഇഷ്ടികയും വയലിലെ സകലവിധ വേലയും സംബന്ധിച്ച് കഠിന വേലകളാൽ അവരുടെ ജീവനെ കൈപ്പാക്കി. അതോടൊപ്പം എബ്രായ സ്ത്രീകളുടെ അടുക്കൽ സൂതികർമ്മത്തിന് ചെന്ന് പ്രസവശയ്യയിൽ കുട്ടിയാണാണെങ്കിൽ അതിനെ കൊല്ലുവാനും പെണ്ണാണെങ്കിൽ ജീവനോടെ വെച്ചേക്കുവാനും സൂതികർമ്മിണികൾക്ക് രാജാവ് കൽപ്പന നൽകി. എന്നാൽ ശിപ്ര എന്നും പൂവ എന്നും പേരുള്ള സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടു. മിസ്രയീം രാജാവ് തങ്ങളോട് കൽപ്പിച്ചതുപോലെ ചെയ്തില്ല. ഓർക്കുക, അവർ ന്യൂനപക്ഷമായിരുന്നു. എന്നാലും സമ്മർദ്ദങ്ങളിൽ തളരാതെ ഉറച്ചു നിന്നു. അവരുടെ ധൈര്യത്തിന് കാരണം അവർക്ക് ദൈവഭയം ഉണ്ടായിരുന്നതാണ്. പ്രിയ സുഹൃത്തെ, എപ്പോഴാണോ മാനുഷിക അധികാരങ്ങൾ ദൈവിക കൽപ്പനകൾക്ക് വിപരീതമായി വരുന്നത്, അപ്പോൾ അതിന് അതിരിടുന്ന ഒരു ശരിയായ തീരുമാനമെടുക്കുക. ഒന്നുകിൽ നാം മാനുഷിക അധികാരത്തിന് വഴങ്ങുക, അല്ലെങ്കിൽ ദൈവിക കൽപ്പനയനുസരിച്ച് സമ്മർദ്ദങ്ങളെ ധൈര്യത്തോടെ നേരിടുക. ആ 2 സൂതികർമ്മിണിമാരും ആൺകുഞ്ഞുങ്ങളെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചു. ധൈര്യശാലികളായ ആ 2 സ്ത്രീകളെ ദൈവം മോശയുടെ ജീവരക്ഷയ്ക്കായി ഉപയോഗിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ 2 സ്ത്രീകൾ ഇല്ലായിരുന്നുവെങ്കിൽ മോശയും കൊല്ലപ്പെടുമായിരുന്നു. ദൈവത്തെ ഭയപ്പെടുന്നത് ദൈവിക അനുസരണത്തിനും ദൈവത്തെ ബഹുമാനിക്കുന്നതിനും കാരണമായി തീരട്ടെ. ഇവിടെ നാം കാണുന്ന 2ാമത്തെ കാര്യം, അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു. സൂതികർമ്മിണികൾ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവം അവർക്ക് കുടുംബങ്ങളെ നൽകി. സാധാരണ സൂതികർമ്മിണികൾ അവരുടെ ജോലി ചെയ്യുന്നത് അവർക്ക് സ്വന്തമായി കുട്ടികളില്ലാത്തതിനാലാണ്. എന്നാൽ ഇവരുടെ കാര്യത്തിൽ ദൈവം അവർക്ക് കുടുംബവർദ്ധന നൽകി അനുഗ്രഹിച്ചു. നേരായി നടക്കുന്നവർക്ക് ദൈവം നന്മകളൊന്നും മുടക്കില്ല എന്നാണ് ബൈബിൾ പറയുന്നത്. അവരുടെ പ്രതിഫലം രാജാവിൽ നിന്നല്ല, മറിച്ച് ദൈവത്തിൽ നിന്നാണ് അവർക്ക് ലഭിച്ചത്. പ്രിയ സുഹൃത്തെ, ദൈവത്തെ ഭയപ്പെടുക എന്നത് സ്വയ തീരുമാനമാണ്. എന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ തീരുമാനമാണ്. ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്ന വിധം നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ്. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഈ മാസത്തെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തെ ആദരിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുക. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ മാത്രം ഭയപ്പെടുക. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുത്. പ്രതിസന്ധികളിൽ പതറാതെ ഉറച്ചു നിൽക്കാൻ ദൈവം തങ്ങളെ സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാർച്ച് മാസം ആശംസിക്കുന്നു.